നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22 ബുധനാഴ്ചയാണ്. യുഎസിലെ 3 മാർക്കറ്റുകളും ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റുകൾ നഷ്ടം രേഖപ്പെടുത്തി. 6 ദിവസത്തിനുള്ളിൽ നാസ്ഡാക്ക് 4ാം തവണയും പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. യുഎസ് മാർക്കറ്റിൽ ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായി നടക്കുന്നത്. എൻവിഡിയയുടെ റിസൾട്ട് ആഫ്റ്റർ മാർക്കറ്റ് ഹവറിൽ പുറത്തുവരും. ഫെഡറൽ മീറ്റിംഗ് മിനിറ്റ്സ് ഇന്ന് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ BSE ലിസ്റ്റഡ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $5 ട്രില്യൺ കവിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഫോക്കസിലുള്ള ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും തന്നെയാണ്. ഗോൾഡ് ഓൾ ടൈം ഹൈക്ക് അരികിലാണ്. സിൽവർ 11 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലും എത്തി. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് 15 മുതൽ 20 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ വാർത്തകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ പരമാവധി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ആദ്യത്തെ വാർത്ത കൊഡാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിപ്പോർട്ടിലേക്കാണ്. 104 ഇന്ത്യൻ കമ്പനികൾ 50 മടങ്ങ് PEയിൽ ട്രേഡ് ചെയ്യുന്നു. 9 കമ്പനികൾ 100 മടങ്ങ് PEയിലും ട്രേഡ് ചെയ്യുന്നു എന്നൊരു വാർത്തയാണ്. പല ഇന്ത്യൻ കമ്പനികൾക്കും അവരുടെ വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്ന സ്റ്റോക്ക് വിലയാണുള്ളത്. പല ഉയർന്ന PE കമ്പനികളും പരമ്പരാഗത മേഖലകളിൽ കാര്യമായ തടസ്സം നേരിടാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട് പറയുന്നു. കൃത്യമായ കമ്പനികളുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും വളരെ റിസ്കിലാണ് പല കമ്പനികളും ഉള്ളത് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. മറ്റൊരു വാർത്ത ഇപ്പോൾ ഫോക്കസിലുള്ള അസറ്റ് ക്ലാസിനെ കുറിച്ചാണ്. ഗോൾഡിനെയും സിൽവറിനെയും കുറിച്ചാണ് പറയുന്നത്. ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഇന്നലെയും 1% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇതോടെ റെക്കോർഡ് ഹൈക്ക് വളരെ അടുത്തെത്തിയിരിക്കുന്നു ഗോൾഡ് ഫ്യൂച്ചേഴ്സ്. വെള്ളിയിലേക്ക് വന്നാൽ $30 മാർക്ക് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 11 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് വെള്ളിയുള്ളത്. ഇനി സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ ഒരു വർധനവുണ്ടാവാനുള്ള കാരണങ്ങൾ കൂടി നോക്കിയാൽ US പണപ്പെരുപ്പത്തിലുള്ള ഇടിവ്, അതുപോലെ US പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ, കൂടാതെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളും ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നുള്ള ജിയോ പൊളിറ്റിക്കൽ ആശങ്കകളുമാണ് ഇതിന് കാരണമായി വരുന്നത്. അടുത്തത് പുറത്തു വന്ന റിസൾട്ടുകളിലേക്കാണ്. BHEL ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 25.6% ഇടിവാണ് വന്നിരിക്കുന്നത്. 489.6 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 658 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിലും ചെറിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. 0.4% ഇടിഞ്ഞിരിക്കുന്നത്. 8260.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി PI ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 31.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 369.5 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.2% വർധനവുണ്ട്. 1741 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് തിലക് നഗർ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 46.8% വർധനവാണ് വന്നിരിക്കുന്നത്. 31.5 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നല്ല ഒരു പ്രോഫിറ്റിലേക്ക് തന്നെയാണ് കമ്പനി വന്നത്. റവന്യൂവിൽ 0.4% വർധനമാണുള്ളത്. 358.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഇർക്കോൺ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 3.8% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 246.7 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1% ഇടിവുണ്ടായിട്ടുണ്ട്. 3742.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി JK ടയർ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 56.2% വർധനവും റവന്യൂവിൽ 1.8% വർധനവും ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് ഒരു ബൾക്ക് ഡീലിന്റെ വാർത്തയാണ്. അപ്പോളോ ടയേഴ്സ് വാർബർഗ് പിൻകൻസ് അപ്പോളോ ടയേഴ്സിന്റെ 3.5% ഓഹരികൾ ബൾക്ക് ഡീൽ വഴി വിൽക്കുന്നു എന്നൊരു വാർത്തയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഗ്രാസിം ഇൻഡസ്ട്രീസ്, സൺ ഫാർമ, പവർ ഗ്രിഡ്, പേടിഎം, നൈക്ക, അശോക് ബിൽഡ്കോൺ, ധനലക്ഷ്മി ബാങ്ക്, GE പവർ ഇന്ത്യ, ഗ്ലാൻ ഫാർമ, GMM ഫോർഡ്ലർ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, മിൻറ്റ കോർപ്പ്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, പെട്രോനെറ്റ് LNG. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, നാഷണൽ അലുമിനിയം, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആദിത്യ ബിർള ക്യാപിറ്റൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, GMR എയർപോർട്ട്, ഗ്രാനുൾസ് ഇന്ത്യ, വോഡാഫോൺ ഐഡിയ, ഇന്ത്യ സിമന്റ്സ്, പിരാമൽ എന്റർപ്രൈസസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് കടന്നുപോയത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒത്തിരിയേറെ സ്റ്റോക്കുകളെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ജോലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ലൈവ് ഒരുപക്ഷെ കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും അറിയാം. അതിനുവേണ്ടി തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക്
മിഡ് ക്യാപ്പിന്റെ ഔട്ട് പെർഫോമൻസ് തന്നെയാണ് ഇന്നലെ മാർക്കറ്റിൽ കണ്ടത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. സെൻസെക്സ് 53 പോയിന്റ്സ് ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 27 പോയിന്റ്സിന്റെ നേട്ടവും ഉണ്ടാക്കി. ഒടുവിൽ 22,529 ക്ലോസ് ചെയ്യുന്നത്. ആഗോളതലത്തിൽ വില കുതിച്ചുയർന്നതിനെ തുടർന്ന് മെറ്റൽ ഓഹരികൾ നേട്ടമുണ്ടാക്കി. ഓൾ ടൈം ഹൈ ലെവലുകളും ഇന്നലെ ടച്ച് ചെയ്തിരുന്നു. അദാനി ഗ്രൂപ്പ് ഓഹരികളും ഇന്നലെ നേട്ടമുണ്ടാക്കിയവയിലുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വോളറ്റൈൽ ഡേ തന്നെയായിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞത്. റൈസിംഗ് ട്രെൻഡ് ലൈനിന്റെ ലോവർ എൻഡിൽ ടച്ച് ചെയ്തെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയുണ്ടായി. അതുപോലെ 22,600 എന്ന അപ്സൈഡിലെ ക്രൂഷ്യൽ ലെവൽ ക്രോസ് ചെയ്യാൻ ഇന്നലെയും നിഫ്റ്റിക്ക് കഴിഞ്ഞില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. ഇത് ഒരു കൺസോൾട്ടേഷന്റെ സൂചനയാവാം. ഡേ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 22,400 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. പതിവ് പോലെ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായി 22,550 389% വർധനവ് കാണാം. ഒരു നല്ല ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിൽ 186% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 22,500 സ്ട്രൈക്കിൽ 94% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് ഉണ്ട്. 16% വർധനവ് കോൾ സൈഡിൽ കാണാം, ഒരു ഷോർട്ട് ബിൽഡപ്പ് ഉണ്ട്. 22,600 സ്ട്രൈക്കിൽ 197% വർധനവ്, ലോങ് ബിൽഡപ്പ് തന്നെയാണ് പുട്ട് സൈഡിൽ. കോൾ സൈഡിൽ 87% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സെല്ലേഴ്സ് ആണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ട്രേഡിംഗ് ഡേയിൽ 48,200 സസ്റ്റെയിൻ ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല. ഇന്നലെയും 48,259 എന്ന ഹൈ ടച്ച് ചെയ്തെങ്കിലും അവിടെയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴേക്ക് വീഴുകയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. ഇതും കൺസോൾട്ടേഷന്റെ ഒരു സൂചന തന്നെയാണ്. അപ്സൈഡിൽ 48,400 20 ഡേ മൂവിംഗ് ആവറേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ലെവൽ നമ്മൾ അപ്സൈഡിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 48,000 ഒരു പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. കൂടാതെ വീക്ക്ലി OI ഡാറ്റ പ്രകാരം 48,000 കൂടുതൽ പുട്ട് റൈറ്റിംഗ് ഉള്ളതും. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളാണ്. കോൾ സൈഡിൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000 അതിനുശേഷം 48,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,200. ഇന്ത്യ വിക്സിലേക്കാണ്. വീണ്ടും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിക്സ്. ഇന്നലെയും 6.26% ഉയർന്ന് 21.81 23 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ഇപ്പോഴുള്ളത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. F&O സെഗ്മെന്റിൽ ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് NBCC ആയിരുന്നു. മാർച്ച് 24 114.8 എൻട്രി എടുക്കുന്നത്. 151.3 വരെ അപ്പായി. 24% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് റൈറ്റ്സ് ആയിരുന്നു. ഏപ്രിൽ 1 685 എൻട്രി എടുത്തു. 757 വരെയാണ് അപ്പായത്. 9.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് വറോക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഏപ്രിൽ 16 514 എൻട്രി എടുത്ത് 620 വരെ സ്റ്റോക്ക് അപ്പായി. 17% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തൊരു സ്റ്റോക്ക് MTAR ടെക്നോളജീസ് ആയിരുന്നു. ഏപ്രിൽ 18 1921 എൻട്രി എടുത്തു. 2115 വരെ അപ്പായി. 9.1% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ക്യാംസ് ആയിരുന്നു. ഏപ്രിൽ 18 3268 എൻട്രി എടുത്തു. 3401 വരെയാണ് അപ്പായത്. 3.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് IRFC. ഏപ്രിൽ 26 157.8 എൻട്രി എടുത്ത് 182 വരെ അപ്പായി. 13.2% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ആയിരുന്നു. ഏപ്രിൽ 26 ഏപ്രിൽ 30 എൻട്രി എടുത്തു. 230 എൻട്രി എടുക്കുന്നത്. 277 വരെ അപ്പായി. 16.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് വെൽപ്സൺ കോർപ്പ് ആയിരുന്നു. മെയ് 8 590 എൻട്രി എടുത്തു. 631 വരെ എത്തി. 6.4% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി SW സോളാർ എന്ന കമ്പനി. മെയ് 15 757 നിന്നും 828 വരെയാണ് അപ്പായത്. 8.5% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ജ്യോതി CNC. മെയ് 15 തന്നെയായിരുന്നു എൻട്രി എടുത്തത്. 916 നിന്നും 966 വരെ അപ്പായി. 5.1% പ്രോഫിറ്റായി ലഭിച്ചു.
അടുത്തത് മെയ് 16 എൻട്രി എടുത്ത NCC 269 എൻട്രി എടുത്തു, 292 വരെ അപ്പായി, 7.8% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഇർക്കോൺ ആയിരുന്നു. മെയ് 16 252.6 എൻട്രി എടുത്തത്, 301.4 വരെ അപ്പായി, 16.1% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു കമ്പനി ഡോളർ ഇൻഡസ്ട്രീസ് ആയിരുന്നു. മെയ് 17 615 നിന്നും 643 വരെ അപ്പായി, 4.3% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ഡിക്സോൺ 8500 CE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 26 8515 എൻട്രി എടുത്തു, 9155 വരെ അപ്പായി, 6.9% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് കോൾ ഇന്ത്യ ആയിരുന്നു. മെയ് 15 450 CE ആയിരുന്നു പറഞ്ഞത്. 456 എൻട്രി എടുത്തു, 475 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ടാർഗറ്റിന് പുറമെ വലിയ പ്രോഫിറ്റിലേക്കാണ് കോൾ ഇന്ത്യ പോയത്. കുറച്ച് ബുള്ളിഷായ ദിവസങ്ങളാണെങ്കിൽ കൂടി നല്ല ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെയും സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 1874 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3548 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വലിയൊരു ബൈയിങ് തന്നെയാണ് DISന്റെ ഭാഗത്തു നിന്നും ഇന്നലെ കണ്ടത്. US മാർക്കറ്റുകൾ, US സ്റ്റോക്കുകൾ ഇന്നലെ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.17% നേട്ടത്തിലും, S&P 500 0.25%, നാസ്ഡാക്ക് 0.22% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. 6 ദിവസത്തിനുള്ളിൽ നാസ്ഡാക്ക് 4ാം തവണയും പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ഇന്നലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കിയാൽ നിരക്കുകൾ കുറയ്ക്കുന്നതിന് മുൻപ് നിരവധി മാസത്തെ നല്ല പണപ്പെരുപ്പ ഡാറ്റ ആവശ്യമാണെന്ന് ഫെഡ് പ്രസിഡന്റ് ക്രിസ്റ്റഫർ വാളർ പറഞ്ഞു. പലിശ നിരക്ക് കുറയ്ക്കാൻ തുടങ്ങുന്നതിന് മുൻപ് സെൻട്രൽ ബാങ്ക് ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് നല്ലതെന്ന നിലപാട് ഒന്നിലധികം ഫെഡറൽ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച അറിയിക്കുകയുണ്ടായി. ബുധനാഴ്ച പുറത്തുവരുന്ന പോളിസി മിനിറ്റ്സ് മീറ്റിംഗ് നിക്ഷേപകർ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. റേറ്റ് കട്ടിന്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ 25 ബേസിസ് പോയിന്റ്സിനുള്ള റേറ്റ് കട്ടിന്റെ സാധ്യത സെപ്റ്റംബർ മാസത്തിൽ 64.8% CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് വരുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം വാൾസ്ട്രീറ്റിന്റെ 3ാമത്തെ വലിയ സ്ഥാപനമായ എൻവിഡിയയുടേതാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.70% ഇടിവിലും, വിപ്രോ 0.19% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.30% ഇടിവിലും, HDFC ബാങ്ക് 0.80% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മേക്ക് മൈ ട്രിപ്പാണ് വലിയ നഷ്ടം രേഖപ്പെടുത്തിയത്. 8.90% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഡോക്ടർ റെഡ്ഡി 3.1% നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.04% നേട്ടത്തിലും, S&P 500 0.05% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.08% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. യൂറോപ്യൻ വിപണി ഇന്നലെയും ഒരു ഇടിവിലേക്ക് പോയി. UK മാർക്കറ്റ് FTSE 0.09% ഇടിവിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.57% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.22% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 0.81% ഇടിവും രേഖപ്പെടുത്തി. ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റോക്കുകളാണ് 0.83% ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തിയത്. മൈനിങ് സ്റ്റോക്കുകൾ 0.75% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.03% നേട്ടത്തിൽ, CAC 0.05% നേട്ടത്തിലും, FTSE 0.07% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ ഫോക്കസിലുണ്ടായിരുന്ന ഏഷ്യൻ മാർക്കറ്റ് ഹോങ്കോങ് മാർക്കറ്റായിരുന്നു. ഹോങ്കോങ് ഇൻഡെക്സ് ഹാങ്ഷാങ് ഇന്നലെ 2%-ലേറെ ഇടിയുകയുണ്ടായി. മെറ്റീരിയൽസ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റോക്കുകളാണ് ഇന്നലെ വലിയ നഷ്ടം രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,621.50 എന്ന നിലയിലാണ്. 3.5 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് ഒരു ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് 15 മുതൽ 20 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നെയാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.73% ഇടിവിലാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ തായ്വാൻ മാർക്കറ്റ് 0.58% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.03% നേട്ടത്തിലും. ഓയിൽ പ്രൈസുകളും ഇന്നലെ ചെറിയ നഷ്ടം രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $82.40 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.12% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.17 പെർ ബാരൽ എന്ന നിലയിൽ 0.62% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ റോയിറ്റേഴ്സ്, മിന്റ്, മണി കൺട്രോൾ തുടങ്ങിയ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.